ഈ സംഭവം സത്യത്തിൽ ഞാനത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് തളർന്നുപോയി. എത്രയോ ആളുകളെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മർദ്ദനം ഈ ആളുകളുടെ ഈ പയ്യൻ്റെ മേലെ, സുജിത്തിൻ്റെ മേലെ അത്ഭുതം. എങ്ങനെ സുജിത്ത് പിടിച്ചു നിന്നുള്ള എനിക്കൊരു അത്ഭുതം തോന്നുകയാണ്. ആ 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈകൊണ്ടിടിക്കുന്ന ഇടി എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ ആ ഇടിയുണ്ട്. ഈ കൈയുടെ ഇതുകൊണ്ട് വരെ കുത്തുകയാണ്. ഈ കൈയിൻ്റെ ഈ മുനമ്പ് കൊണ്ട് ഇതിനെ കൊണ്ട് കുത്തിയാൽ എല്ല് തന്നെ തകരും. അതുപോലുള്ള തല്ലാണ്, അതുപോലുള്ള തിക്കാണ്. കൈ കൊണ്ടടിക്കുന്നു, കൈ കൊണ്ട് ഈ കൈ കൊണ്ട് കുത്തുന്നു, പിന്നെ വീഴുന്നു. അപ്പോൾ ഇവൻ അന്നേരം അടിച്ചിട്ട് ഇവൻ എന്തോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ ചോദിച്ചപ്പം അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്ര മാത്രം ഒരു ക്രൂരമായ മർദ്ദനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ന്യായവും ഈ നാടിൻ്റെ നിയമപരമായ സംവിധാനങ്ങളും ഒക്കെ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് അദ്ദേഹം ഈ ഇടിക്കുന്നവൻ ഒരു മനുഷ്യനല്ലേ? ആ ഇടിക്കുന്നവൻ ആ ഇടി അവൻ്റെ ശരീരത്തിൽ കൊണ്ടിരുന്നുവെങ്കിൽ എന്താവും എന്ന ഒരു നിമിഷം ചിന്തിക്കണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യത്വത്തിൻ്റെ ഒരു സ്പർശം ആ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരാളും ഇതിങ്ങനെ ചെയ്യില്ല. അത്രമാത്രം ക്രൂരമാണ് ഈ അന്നത്തെ ഇടി. എനിക്ക് അത്ഭുതമാണ് അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതുപോലെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ്. ശരീരത്തിൻ്റെ അകത്തും നെഞ്ഞത്തും ഒക്കെ ഇനി ഇവിടെ ഒരു സ്ഥലത്തും അടിയൊള്ളാൻ ബാക്കിയില്ല.